بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ദർസിൽ അസ്മാഉൽ ഹുസ്ന അതിനെക്കുറിച്ചുള്ള പഠനം അത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന കാര്യമാണ് നമ്മൾ വിശദീകരിച്ചത്. തൗഹീദ് രണ്ട് രൂപത്തിലുണ്ട്. തൗഹീദുൻ ഇൽമിയുൻ വ തൗഹീദുൻ അമലിയുൻ. ഒന്ന് വൈജ്ഞാനികമായ തൗഹീദാണെങ്കിൽ രണ്ടാമത്തേത് പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട തൗഹീദാണ് എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിന് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ നിങ്ങൾ പാരായണം ചെയ്യുകയും അത് നിങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തണമെന്ന് ഒരു ഹോംവർക്കായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അസ്മാഉൽ ഹുസ്ന അതിനെക്കുറിച്ചുള്ള പഠനത്തിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന മറ്റു ചില തെളിവുകൾ കൂടി ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു മുസ്ലിം ആദ്യമായി വിജ്ഞാനം നേടേണ്ടത് അവന്റെ അഖീദയുമായി ബന്ധപ്പെട്ട, അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിനക്കും മുന്നേയുള്ള പ്രവാചകന്മാർക്കും വഹീ നൽകപ്പെട്ടിരിക്കുന്നു. ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ പൊളിഞ്ഞു പാളീസായി പോകും. അപ്പൊ നോക്കൂ, നിങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകളുടെ നിലനിൽപ്പുണ്ടാകുന്നത്. വിശ്വാസത്തിൽ ശിർക്ക് കലരുകയോ കുഫറോ നിഫാഖോ കലർന്നു പോയി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ഖുർആനിലെ മറ്റനേകം തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല, പ്രവാചകന്മാരെല്ലാം അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി അവർ ക്ഷണിച്ചത് അഖീദയിലേക്കായിരുന്നു, അള്ളാഹുവിലേക്കായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ അത് കാണാൻ സാധിക്കും. യാ ഖൗമി മാ ലക്കും മിൻ ഇലാഹിൻ യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് ഖുർആനിലെ അനേകം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അഖീദയിലാണ്, വിശ്വാസത്തിലാണ് ആദ്യം ഒരു മുസ്ലിം അവന്റെ അഴിച്ചുപണി നടത്തുകയും അവിടെയാണ് വ്യക്തമായ അടിസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദാഇഉൽ ഫവായിദിൽ ഈ വിഷയകമായി ചില മനോഹരമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൻ അറാദ ഉലുവ ബുനിയാനിഹി ഫഅലൈഹി ബിതൗസീഖി അസാസിഹി. ആരെങ്കിലും തന്റെ വീട് കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഉയരത്തിൽ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അടിത്തറ നന്നാക്കട്ടെ. ഫഇന്ന ഉലുവൽ ബുനിയാനി അലാ ഖദ്രി തൗസീഖി ബുനിയാനിഹി. അവന്റെ വീടിന്റെ ഉയരം അത് നിർണയിക്കുന്നത് അവന്റെ വീടിന്റെ തറയുടെ ഉറപ്പാണ്. ഫൽഅമാലു വദ്ദറജാതു ബുനിയാനുൻ വഅസാസുഹൽ ഈമാൻ. പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ദറജകളും അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ദറജകൾ, സ്ഥാനങ്ങൾ, അതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനം വഅസാസുഹൽ ഈമാൻ, അതിന്റെ എല്ലാം അടിസ്ഥാനം ഈമാനാണ്, വിശ്വാസമാണ്. വഇദാ തഹദ്ദമ ശൈഉൻ മിനൽ ബുനിയാനി സഹുല തദാറുകുഹു. അവന്റെ വീട്ടിന്റെ തറയുടെ മേൽഭാഗത്ത് നിന്ന്, മേൽക്കൂരയുടെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ മതിലിന്റെ ഏതെങ്കിലും ഓരത്ത് നിന്ന് ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും തറ ഉഷാറാണെങ്കിൽ, തറ ഉറപ്പുള്ളതാണെങ്കിൽ അത് ശരിയാക്കാൻ പ്രയാസമില്ല, എളുപ്പമാണ്. എന്നാൽ വഇദാ തഹദ്ദമ ശൈഉൻ മിനൽ അസാസ് ശഖത അൽ ബുനിയാനു ഔ കാദ്. എന്നാൽ അവന്റെ തറ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ അതിന്റെ മേലെ കെട്ടിപ്പടുത്തിട്ടുള്ള ഭിത്തിയും മേൽക്കൂരയും എല്ലാം തകർന്നു പോകും.
അതുകൊണ്ട് ആദ്യം അഖീദയാണ് ശരിയാക്കേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ആ അഖീദയെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വഹാദൽ അസാസു അംറാൻ, ഈ അടിസ്ഥാനം, ഈ ഈമാൻ, അത് രണ്ട് കാര്യങ്ങളുടെ മേലാണ് നിലകൊള്ളുന്നത്. അൽ അവ്വൽ സിഹ്ഹത്തുൽ മഅരിഫതി ബില്ലാഹി വ അംരിഹി വ അസ്മാഇഹി വ സിഫാതിഹി, അതിലെ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ കുറിച്ചും അവന്റെ അസ്മാഉകളെ കുറിച്ചും അവന്റെ സിഫാത്തുകളെ കുറിച്ചും വ്യക്തമായ അറിവുണ്ടാവുക എന്നതാണ്. ഇത് ഉണ്ടാകാതെ അതിന്റെ മേൽ കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനങ്ങൾ തകർന്നു വീണുപോകും. ശരിയായ വിശ്വാസവും ശരിയായ അഖീദയും ഒരു മനുഷ്യന് അനിവാര്യമാണ് എന്ന് ഈ തെളിവുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കണമെന്ന് പല ആയത്തുകളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളും ഇല്ല എന്ന കാര്യം നീ പഠിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പഠിക്കണം. നോക്കൂ, നിങ്ങൾ അല്ലാഹനെ കുറിച്ച് പഠിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഖുർആനിലെ അനേകം ആയത്തുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു 30-ലധികം ആയത്തുകൾ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു അസീസും ഹകീമുമാണെന്ന് നിങ്ങൾ പഠിക്കണം. ഫഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറും റഹീമുമാണെന്ന് നിങ്ങൾ പഠിക്കണം. ഫഅലമു, നിങ്ങൾ പഠിക്കണം. ഈ രൂപത്തിൽ 30-ലധികം ആയത്തുകൾ വന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വ സിഫാതിഹി വ അഫ്ആലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശുർബി വന്നികാഹി ഫിൽ ജന്നഹ്. പല ആളുകളും പരലോകത്തെ കുറിച്ചാണ് കൂടുതൽ പ്രസംഗിക്കാറുള്ളത്. അസ്മാ സിഫാത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പഠിക്കാൻ പ്രേരണ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തലയിൽ കയറില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത്. ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അസ്മാഉകളെ കുറിച്ചും വസിഫാതിഹി, അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും വഅഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള സൂചനകൾ, അതിനെക്കുറിച്ചുള്ള ആയത്തുകൾ അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശുർബി വന്നികാഹി ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ ലഭിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച്, സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകളെക്കാൾ കൂടുതൽ അള്ളാന്റെ അസ്മാഉകളും സിഫാത്തുകളും അവന്റെ പ്രവൃത്തികളെ കുറിച്ചും പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. ഇതൊന്നും അള്ളാഹു വെറുതെ പറഞ്ഞതല്ലല്ലോ. ഇത് അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കാം, ഉൻസിലൽ ഖുർആൻ ലിയതദബ്ബറ ഫീഹി, ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയാണ്. എന്നാൽ ജനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ വന്നപ്പോൾ ഫത്തഖദു ഖിറാഅതഹു അമല, പിൽക്കാലഘട്ടത്തിൽ ഒരു വിഭാഗം വരികയും അവർ ഖുർആൻ പാരായണം ചെയ്യുക, കേവലം അത് ഓതി ബറക്കത്തെടുക്കുക എന്നിടത്ത് അതിന്റെ അമൽ ഒതുക്കി വെക്കുകയും ചെയ്തു. അല്ലാഹു ഖുർആൻ ഇറക്കിയത് ലിയതദബ്ബറ ഫീഹി വലിയഅമല ബിഹി, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ്. എന്നാൽ പിൽക്കാലത്ത് ജനങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തു? ഖുർആനിന്റെ പാരായണം തന്നെ ഒരു അമലാക്കി കളഞ്ഞു. ഖുർആൻ അമലാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അല്ലാഹ് ഇറക്കിയത്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതേപോലെ തന്നെ അസ്മാഉ സിഫാത്ത് കേവലം പറയാനും അതേപോലെ തന്നെ വീട്ടിന്റെ വാതിലിന്റെ മേലെ ഒട്ടിച്ചു വെക്കാനും മാത്രമുള്ള കാര്യമായി അസ്മാഉ സിഫാത്തും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരാളും പഠിക്കുന്നില്ല. പഠിക്കാൻ പറഞ്ഞാലട്ടെ അത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ വിജ്ഞാനമല്ല എന്നാണ് പല ആളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം ആയത്തുകളിൽ ഖുർആനിൽ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പറഞ്ഞത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം അസ്മാഉ വസിഫാത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരിടത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ദർഉ തആറുൽ അഖ്ലി വൻ നഖ്ലി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, വൽ ആയാത്തുൽ മുതദമ്മിന ലിദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി അഅ്ദമു ഖദ്റൻ മിൻ ആയാത്തിൽ മആദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ട്.
അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഗൗരവവും അള്ളാഹു റസൂലും കൽപ്പിച്ചിട്ടുള്ളത് അള്ളാന്റെ അസ്മാ വസിഫാത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ആയത്തുകൾക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചതായി കാണാം, ഹദീസുകളിൽ കാണാം. അബൂ സഈദ് അൽ മുഅല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഞാൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി എന്നെ വിളിച്ചു. ഞാൻ ആ വിളിക്ക് ഉത്തരം നൽകി നിസ്കരിക്കായതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നു. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എന്റെ നീ എന്റെ വിളിക്ക് ഉത്തരം നൽകാതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, നിസ്കരിക്കുകയായിരുന്നു. അപ്പൊ നബി പറഞ്ഞു, നീ കേട്ടിട്ടില്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വ ലിറസൂലിഹി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹു റസൂലും നിനക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകണമെന്ന ആയത്ത് നീ കേട്ടിട്ടില്ലേ എന്ന് ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു നീ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഉഅല്ലിമന്നക സൂറതൻ ഹിയ അഅ്ളമു സൂവരി ഫിൽ ഖുർആൻ. ഖുർആനിലുള്ള ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന അസ്സബ്ഉൽ മസാനി എന്ന് പേര് നൽകപ്പെട്ട 7 സാദൃശ്യമാക്കപ്പെട്ട വചനങ്ങൾ എന്ന പേരുള്ള സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത്രമാത്രം അധികമാണ്. ആ ആയത്തുകളെല്ലാം തന്നെ അള്ളാഹുവിനെ കുറിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ആ ആയത്തിന്റെ ആദ്യ 3 ആയത്തുകൾ വ്യക്തമായും പരിപൂർണമായും അള്ളാഹിനെ കുറിച്ച് മാത്രമാണ്. ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിന്റെ ആദ്യ ഭാഗമാകട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിലുള്ള ഏകത്വം അംഗീകരിക്കുന്ന ആയത്താണ്. പിന്നെ അങ്ങോട്ടുള്ള ആയത്തുകളോ അതും അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഗാംഭീര്യവും അവന്റെ ശക്തിയുമെല്ലാം ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ സൂറത്തുൽ ഫാത്തിഹയിലെ എല്ലാ ആയത്തിലും തൗഹീദുണ്ട് എന്ന് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എല്ലാ ആയത്തിലും തൗഹീദാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് മദാരിജ് സാലിക്കിൻ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അതിന്റെ ആദ്യത്തെ 100ഓളം വരുന്ന പേജുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം മാത്രമാണ്. അത്രമാത്രം അതിൽ തൗഹീദിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്താണത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി ഒരിക്കൽ ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ദം. ഹേ അബുൽ മുൻദിർ, നിന്റെ കയ്യിൽ നീ പഠിച്ചിട്ടുള്ള ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹുവും റസൂലുമാണ് അറിയുക. അപ്പൊ നബി വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ നോക്കൂ നിങ്ങൾ, ആ സഹാബികളുടെ വിജ്ഞാനത്തിന്റെ ആഴം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ്. അപ്പൊ റസൂൽ മുന്നേ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതാണ് ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന്. പക്ഷെ എന്നിട്ട് പോലും സഹാബികളുടെ ചിന്ത പോയത് പരലോകത്തെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ആയത്തിനെ കുറിച്ചല്ല, അതല്ലെങ്കിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്തു ദൈനിലേക്കല്ല അവരുടെ ചിന്ത പോയത്. അതല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മശാസ്ത്രപരമായ വിധികൾ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ആയത്തിനെ കുറിച്ചല്ല അവർ പറഞ്ഞത്. മറിച്ച് അവരുടെ ഫിഖ്ഹ്, അവരുടെ വിജ്ഞാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നേടിയെടുത്ത അറിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചിന്ത ആദ്യം പോയത് ആയത്തുൽ കുർസിയിലേക്കാണ്. അവർ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയത്തുൽ കുർസി ആണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതായി ഇമാം ബുഖാരി, ഇമാം മുസ്ലിം 810 നമ്പർ ആയി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്നാണ് ആയത്തിനെ കുറിച്ച്, ആ സൂറത്തിനെ കുറിച്ച് റസൂൽ വിശേഷിപ്പിച്ചത്. ആ ആയത്തിനെ കുറിച്ച് ഒരിക്കൽ ഒരു സഹാബി പറഞ്ഞു, നിങ്ങൾ പലരും കേട്ട സംഭവമായിരിക്കും അത്.
ഒരിക്കൽ കുറച്ച് സഹാബികൾ സംഘമായിട്ട് ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ ആ യാത്രയിൽ ഒരു മനുഷ്യനെ അവർക്ക് അമീറായി നിശ്ചയിച്ചു കൊടുത്തു. അയാൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിലെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് അത് പാരായണം ചെയ്തുകൊണ്ടാണ് അയാളുടെ റക്അത്തുകൾ അവസാനിപ്പിച്ചിരുന്നത്. അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഒപ്പുണ്ടായിരുന്ന ആൾക്കാരിനെ റസൂലുള്ളാഹിനോട് ഇക്കാര്യം അറിയിച്ചു. ഇങ്ങനൊരു കാര്യം ഞങ്ങളെ അടുത്ത് കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലൂഹു ലിഅയ്യി ശൈഇൻ യസ്നഉ ദാലിക്, അയാൾ എന്തിനാണ് അപ്രകാരം ചെയ്യുന്നത് എന്ന് അയാളോട് പോയി ചോദിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഇന്നി ഉഹിബ്ബുഹാ ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു കാരണം റഹ്മാനായ റബ്ബിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്ന സൂറത്താണ്. റഹ്മാനായ റബ്ബിന്റെ വിശേഷണമാണ് ആ സൂറത്തിൽ എനിക്ക് പഠിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ സൂറത്തിനെ തനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം വിശദീകരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിർഹു ബിഅന്ന അല്ലാഹ യുഹിബ്ബുഹു ഔ അഖ്ബിറൂഹു അന്ന അല്ലാഹ യുഹിബ്ബുഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അയാളോട് അദ്ദേഹത്തോട് അറിയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ ഏറ്റവും മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹ, ഏറ്റവും മഹത്തരമായ ആയത്തുൽ കുർസി, ഏറ്റവും മഹത്തരമായ ഖുർആനിലെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ഖുർആനിൽ പ്രത്യേകത കൽപ്പിക്കപ്പെട്ട മറ്റ് ചില ആയത്തുകളും ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ആമന റസൂലു, അതുപോലെ തന്നെ സൂറത്തുൽ ഹശറിലെ അവസാനത്തിലുള്ള ആയത്തുകൾ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ഈ ആയത്തുകൾക്കൊക്കെ പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെടുകയും പ്രത്യേകം ഫضൽ, അതിന് ഗൗരവമുണ്ട് എന്ന് തെളിവുകൾ വരികയും ചെയ്തിട്ടുള്ള സൂറത്തുൽ ആയത്തുകളൊക്കെയാണിത്. അപ്പൊ ഈ ആയത്തുകളൊക്കെ പൊതുവായ സ്വഭാവം എന്താണ്? അവയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ, അവന്റെ അസ്മാഉകൾ, അവന്റെ സിഫാത്തുകളും അവന്റെ വിശേഷണങ്ങളും അവന്റെ പേരുകളും അവന്റെ പ്രവൃത്തികളും ഒക്കെ ഈ ആയത്തിൽ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ഇതിൽ നിന്ന് അസ്മാ വ സിഫാത്തിന്റെ ശ്രേഷ്ഠത, അത് പഠിക്കേണ്ടതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. അള്ളാഹു ഒരിക്കലും വെറുതെ അല്ല ഇത്തരം ആയത്തുകൾക്ക് ശ്രേഷ്ഠത നൽകിയത്. എല്ലാ നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലൻ യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്, മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് മറ്റൊന്നും അവന് തടയുന്നില്ല. അതെല്ലാം മരിച്ചാൽ മതിയാണ്. അതിന്റെ അർത്ഥം എന്താ? ആയത്തുൽ കുർസി വെറുതെ അർത്ഥറിയാതെ ഒരു ചിന്തയില്ലാതെ അങ്ങനെ പാരായണം ചെയ്താൽ എന്തെങ്കിലും ശ്രദ്ധ കിട്ടുമെന്നല്ല, മറിച്ച് അതേക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണമെന്നാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം 17 തവണ ഒരു മുസ്ലിം അത് ചൊല്ലുന്നത്. ഇതിന്റെ അർത്ഥം ഒരു വെറുതെ കേവലം നാവ് കൊണ്ട് ചൊല്ലിപ്പറയാനുള്ള ഒരു കേവലം വാക്കുകളല്ല, അത് അത്രമാത്രം ആശയ സമ്പുഷ്ടമായ വാക്കുകളാണ് ഇതിലുള്ളത്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചുരുക്കി പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു ചുരുക്കി പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ അല്ലാഹു ചുരുക്കി പറഞ്ഞു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അത്രമാത്രം ആശയ സമ്പുഷ്ടമായ, അത്രമാത്രം പാഠങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒരു മുസ്ലിം കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവനായി തീരാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്മാർ അവരുടെ ദഅവത്ത് എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവാചകന്മാരുടെ പ്രബോധനം, അവരുടെ ദഅവത്ത് നിറഞ്ഞു നിന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലാണ്. അല്ലാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലാണ് അവരുടെ ദഅവത്ത് ചുറ്റിത്തിരിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുൽമജാദിലെ ചന്തയിൽ കയറി നിന്നുകൊണ്ട് നബി വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഹേ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് റസൂൽ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അബൂജഹൽ പിന്നിന്ന് വന്നിട്ട് മണ്ണെടുത്ത് വലിച്ചെറിയും. എന്നിട്ട് പറയും ഇന്നഹു കദ്ദാബ്, അവൻ കള്ളനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ നബി നോക്കൂ, റസൂലുള്ള ക്ഷണിച്ചത് ഏതിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. മാത്രമല്ല പ്രവാചകന്മാരൊക്കെ ക്ഷണിച്ചത് പല ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. തന്റെ സമൂഹത്തോട് ചോദിച്ചാണ്, മാ ലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി, ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹ്ക്കൊരു ഗാംഭീര്യം, അള്ളാഹ്ക്കൊരു പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? അള്ളാഹിനെ കുറിച്ച് അത്രയും പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫിർഔൻ ചോദിച്ചില്ലേ, ഫിർഔൻ ചോദിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചോദിച്ചു, ഖാല വമാ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരുടെ റബ്ബ് ആരാണ് എന്ന് ഹാറൂനോടും മൂസാ നബിയോടും അലൈഹി വസ്സലാത്തു വസ്സലാം ഫിർഔൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഖാല റബ്ബുന അല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവക്കെല്ലാം ഹിദായത്ത് നൽകുകയും ചെയ്തവനാരാണോ, അവക്കെല്ലാം മാർഗദർശനം വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാരാണോ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് മൂസാ നബി പറഞ്ഞു കൊടുക്കാൻ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പ്രത്യേകം കൽപ്പിക്കാൻ തന്നെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക പ്രവാചകരെ, ഇതാകുന്നു എന്റെ വഴി, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിക്കാൻ. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പ്രവാചകന്മാരെല്ലാം ദഅവത്ത് നടത്തിയത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു അവരുടെ ഒന്നാമത്തെ ഡ്യൂട്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് നമ്മളെങ്കിൽ റസൂലുള്ള ആദ്യം ക്ഷണിച്ച കാര്യം എന്താണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞെന്ന കാര്യം എന്താണോ അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തൗഹീദിന്റെ ഭാഗമാണ് അസ്മാ വ സിഫാത്ത് പഠിക്കൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് പറഞ്ഞ അഖീദ ശരിയാക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ കടമ. അതിൽപ്പെട്ടതാണ് അസ്മാ വ സിഫാത്ത്. അതുകൊണ്ട് അത് പഠിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാ വ സിഫാത്ത് പഠിക്കണമെന്ന് പ്രത്യേകം പലയിടങ്ങളിലും കൽപ്പിച്ചിട്ടുണ്ട്. അത്തരം 30-ലധികം ആയത്തുകൾ ഖുർആനിലുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഇത്തരം ആയത്തുകൾ, അതിൽ നിന്ന് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്ത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഖുർആനിലെ ആയത്തുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അസ്മാ വ സിഫാത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകളാണ്, സൂറത്തുകളാണ് അവ എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് ആയത്തുൽ കുർസി, അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ അതിനുള്ള തെളിവായി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ 5-ാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. 5-ാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞു, അസ്മാ വ സിഫാത്ത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. പ്രവാചകന്മാരെല്ലാം, അമ്പിയാക്കന്മാരെല്ലാം ദഅവത്ത് നടത്തിയത്, ഒന്നാമതായി ദഅവത്ത് നടത്തിയത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും അസ്മാ വ സിഫാത്ത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6-ാമത്തെ കാര്യം, അസ്മാ വ സിഫാത്ത് പഠിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം, അവനിലുള്ള പ്രതീക്ഷ, അവനുള്ള റജ, അവനോടുള്ള സ്നേഹം, അതെല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒരാൾ ശരിയായ രൂപത്തിൽ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ പേടിക്കും, അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ അവന് സാധിക്കും. ഇത് മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്, മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മനുഷ്യന്മാരിപ്പോ എങ്ങനെയോ ആളുകൾ സ്നേഹിക്കുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോ ആളുകൾ പറയും, എനിക്ക് അയാളെ ഇഷ്ടമാണ്, കാരണം അയാളാണ് ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ഭംഗിയുള്ള വ്യക്തി, അതല്ലെങ്കിൽ അയാളാണ് ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും കാരുണ്യമുള്ള വ്യക്തി, അതല്ലെങ്കിൽ അയാളാണ് ഏറ്റവും
സ്നേഹമുള്ള വ്യക്തി. അപ്പൊ ഒരു മനുഷ്യന് നന്മയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാവുക എന്നതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ പരസ്പരം സ്നേഹിക്കാനുള്ള മാനദണ്ഡങ്ങളിലൊന്ന്. തിന്മ ചെയ്യുന്ന ആളുകളെ വരെ ചിലപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? അവനെ എല്ലാവർക്കും പേടിയാണ്, അല്ലെങ്കിൽ അവനാണ് ഏറ്റവും നല്ല ശക്തിയുള്ളത്. തിന്മ ചെയ്യുന്നവരെ വരെ ചിലപ്പോൾ ആളുകൾ അങ്ങനെ സ്നേഹിക്കും. കാരണം എന്താ? ശക്തിയുടെ കാര്യത്തിൽ അയാളാണ് ഏറ്റവും മുന്നിൽ. അപ്പൊ മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് നല്ല ഗുണങ്ങളിൽ ഒരാൾ ഉയർന്നു നിൽക്കുക, അതിലേറ്റവും മുൻപന്തിയിലാവുക എന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി അയാളോട് ഇഷ്ടം തോന്നും. അത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആളുകൾ അയാളാണ് ഏറ്റവും കൂടുതൽ എൽമുള്ളയാൾ, അയാളാണ് ഏറ്റവും കൂടുതൽ അമലുള്ളയാൾ, ഇങ്ങനെയൊക്കെ ദീനുള്ള ആളുകൾ പറയാറുണ്ട്. ഈ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ അസ്മാ വ സിഫാത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു ആരാണെന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, റഹ്മത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവാണ് ഏറ്റവും റഹ്മത്തുള്ളത്. അങ്ങേയറ്റത്തെ റഹ്മത്ത് റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളിൽപ്പെട്ടതാണ്. ഏറ്റവും റഹ്മത്തുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ കാരുണ്യത്തിന് മുന്നിൽ സൃഷ്ടികളുടെ കാരുണ്യം ഒന്നും തന്നെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, പ്രതാപമുള്ളവനാണ്, ഹക്കീമാണ്, യുക്തിയുള്ളവനാണ്. അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലും വ്യക്തമായ യുക്തിയുണ്ട്. ഒരു കാര്യം വെറുതെ ചെയ്യില്ല. ഇങ്ങനെ അനേകം കാരണങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കാനുണ്ട്. അനേകം. അള്ളാഹു അലീമാണ്, ഏറ്റവും അറിവുള്ളവനാണ്, ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്, അസ്സമീഅ ഏറ്റവും കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവൻ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശരിക്കും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മൻ അറഫ അല്ലാഹ സുബ്ഹാനഹു വ തആല ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഉകളിൽ നിന്നും അവന്റെ സിഫാത്തുകളിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, അഹബ്ബഹു ലാ മഹാല, സംശയം വേണ്ട, അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് തഖ്വ വർദ്ധിക്കണമെന്നുണ്ടോ, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കുക. അള്ളാഹു ആരാണ് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ, അതിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ പഠിക്കും. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തഖ്വ നൽകുന്ന മറ്റൊരു കാര്യവുമില്ല. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു. ആരെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പേടിയുണ്ടായി കഴിഞ്ഞാൽ, ഹറബ മിൻഹു, അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പൊ പാമ്പിനെ പേടിയാണെങ്കിൽ പാമ്പിന്റെ അടുത്താരും പോവില്ല. പാമ്പിന്റെ അടുത്തുനിന്ന് എത്താവുന്നിടത്തോളം ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. ഏതെങ്കിലും പേടിയുള്ള വ്യക്തികളെ, പേടിയുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്കല്ല മനുഷ്യന്മാർ പോവുക. എന്തെങ്കിലും പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ, പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിന്റെ ഉള്ളിലാണ് അടച്ചതെങ്കിൽ കൂടി പേടിയോടുകൂടിയിട്ടേ പോവുള്ളൂ. അപ്പൊ മനുഷ്യന്റെ സ്വഭാവം അതാണ്. പക്ഷെ മൻ ഖാഫ അല്ലാഹ് ഹറബ ഇലൈഹി. എന്നാൽ അള്ളാഹുവിനെ ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞാലോ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവൻ ഓടിയെടുക്കുകയാണ് ചെയ്യുക. രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിൽ വലിയ ഉപകാരങ്ങൾ, വലിയ ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അത്ഖാകും വ അഅലമകും ബില്ലാഹി അന. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ തഖ്വയുള്ളതും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളതും എനിക്കാണ്. അപ്പൊ നോക്കി, നിങ്ങളെ റസൂലുള്ള തഖ്വയും അള്ളാഹിനെ കുറിച്ചുള്ള അറിവും ഒരുമിപ്പിച്ച് പറയാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളതും തഖ്വ ഉള്ളതും. അതിനെന്ത് മനസ്സിലായി? അറിവ് കൂടുന്നതിനനുസരിച്ച് തഖ്വ വർദ്ധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ യഥാരൂപത്തിൽ ഭയക്കുന്നത്, അവനോട് ഭയഭക്തിയുള്ളത്, അവനെ പേടിയുള്ളത്, തഖ്വയുള്ളത് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിർ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹിനെ ഭയക്കാത്തതാരാണ്? അള്ളാഹിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്.
അള്ളാഹിന് അറിവില്ലാത്ത അള്ളാഹ് ആരാണ് ശരിക്കും മനസ്സിലാവാത്തവരാണ് അള്ളാഹുവിനെ പേടിക്കാത്തത്. അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിനെ പേടിക്കാതിരിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ അബൂ ഹുറൈറ ഉദ്ധരിച്ച ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സിൽസിലത്തു സ്വഹീഹ എന്ന ഗ്രന്ഥത്തിലെ 150-ാമത്തെ ഹദീസിൽ നിങ്ങൾക്ക് പോയാൽ ഈ ഹദീസ് കാണാം. അതിന്റെ തഖ്രീജ്, അത് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. എന്തിന്? അൻ ഉഹദ്ദിസ അൻ ദീഖിൻ, ഒരു ദീഖിനെ കുറിച്ച് പറഞ്ഞു തരാൻ. ദീഖ് എന്ന് അറബിയിൽ സാധാരണ പറയാറുള്ളത് കോഴിക്കാൻ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കോഴിയുടെ രൂപത്തിലുള്ള ഒരു മലക്കാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ദീഖ് എന്ന് പേരുള്ള ഒരു മലക്കാണ്. രണ്ട് അർത്ഥങ്ങൾ വല്ലാഹു അലം ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ മലക്കിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാൻ, അതിന്റെ കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്നു, അതിന്റെ തലയാകട്ടെ അത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്താണ് അതിന്റെ തല തട്ടി നിൽക്കുന്നത്. അതിന്റെ ശിരസ് അവിടെയാണ് തട്ടി നിൽക്കുന്നത്. ഭൂമിയിലാണ് അതിന്റെ കാല് തട്ടിയിട്ടുള്ളത്. അത്രമാത്രം ഭീമാകാരനായ വളരെ വലുപ്പമുള്ള ഒരു മലക്ക്. ആ മലക്കിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, വഹുവ യഖൂൽ, ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, സുബ്ഹാനക്, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്. മാ അഅ്ളമുക റബ്ബുന, അള്ളാഹുവേ, മാ അഅ്ളമുക റബ്ബന, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ എന്തുമാത്രം മഹത്വമുള്ളവനാണ് എന്ന് ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആ മലക്കിന്റെ വലുപ്പം എന്തായിരിക്കും? ആകാശഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള മലക്കാണത്. ആ മലക്ക് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ദിക്റുകൾ. റസൂലുള്ളാഹി പറയാൻ, ഫയുറദ്ദു അലൈഹി, അപ്പോൾ ആ മലക്കിന് മറുപടി നൽകപ്പെടും, മാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബൻ. മാ യഅലമു ദാലിക, അത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് അറിയുകയില്ല ആർക്ക്? മൻ ഹലഫ ബി കാദിബൻ, എന്റെ മേൽ കള്ളസത്യം ചെയ്തവന് അത് മനസ്സിലായിട്ടില്ല, അള്ളാഹുവിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് അവന് മറുപടി നൽകപ്പെടുമെന്നാണ്. അള്ളാഹിന് കള്ളസത്യം ചെയ്യാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ്? അള്ളാഹിനെ കുറിച്ച് പേടിയില്ലാത്തതുകൊണ്ടാണ്. വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറയുന്ന ആളുകൾക്ക് പേടിയില്ലാത്ത എന്തുകൊണ്ടാണ്? അള്ളാഹു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിന്റെ പിടുത്തം എന്താണ്? ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, എന്റെ റബ്ബിന്റെ പിടുത്തം വളരെ ശക്തിയുള്ളതാണ്. ആ പിടുത്തത്തിന്റെ ശക്തി എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അള്ളാഹു ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, രണ്ട് കാര്യവും പരസ്പരം ബന്ധിതമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം വർദ്ധിക്കുന്നോ അത്രമാത്രം അള്ളാഹിനെ കുറിച്ച് പേടി വർദ്ധിക്കും. അള്ളാഹിനെ കുറിച്ച് എത്രമാത്രം അറിവില്ലാതെയാകുന്നോ അത്രമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അവന് കുറയുകയും അവന്റെ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞതിൽ നമുക്ക് ചുരുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിലും അസ്മാ വ സിഫാത്തിന്റെ മഹത്വങ്ങൾ അതിന് തെളിവാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കാം. ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുന്നതിനും മറന്നു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പഠനമാണ്, കേവലം കേട്ടുപോകലല്ല. ഒന്നാമത്തെ കാര്യം, തൗഹീദിന്റെ രണ്ട് ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനമാണ് തൗഹീദുൻ ഇൽമി, അള്ളാഹിനെ കുറിച്ച് അറിയുക എന്നത്. തൗഹീദ് പ്രാവർത്തികമാക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞയച്ചത്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിം അവന്റെ അഖീദയാണ് ആദ്യം ശരിയാക്കേണ്ടത്. അത് അഖീദയിൽപ്പെട്ട വിഷയമാണ് അസ്മാ വ സിഫാത്ത്. അപ്പൊ അത് പഠിക്കണം, അത് പഠിക്കൽ നിർബന്ധമാണ്, ആദ്യം പഠിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം, ഖുർആനിൽ പലയിടങ്ങളിലും 30-ലധികം ആയത്തുകൾ എന്ന് പറയാം, ഫഅലമു, നിങ്ങൾ അറിയണം എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പഠിക്കണം, അള്ളാഹിനെ കുറിച്ച് പഠിക്കണം എന്ന രൂപത്തിൽ, അള്ളാഹിന്റെ അസ്മാകളെ കുറിച്ച് പഠിക്കണം എന്ന രൂപത്തിൽ 30-ലധികം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ
അള്ളാഹിനെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുള്ള ആയത്തുകളും സൂറത്തുകളും. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ആയത്തുൽ കുർസി, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടുതലുണ്ട്. അപ്പൊ ഇത്തരം ആയത്തുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്? അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്. മാത്രമല്ല അറബിയിലൊരു ചൊല്ല് തന്നെ കാണാം, ഷറഫുൽ ഇൽമി ബിശറഫിൽ മഅലൂം. എന്തൊന്നിനെ കുറിച്ചാണോ നീ പഠിക്കുന്നത്, ആ പഠിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം ഏതൊന്നിനെ കുറിച്ചാണോ നീ പഠിക്കുന്നത് അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ചിരിക്കും. നീ പഠിക്കുന്ന വളരെ വിലയില്ലാത്ത സയൻസും ബയോളജി ഫിസിക്സ് ഒക്കെ ആണെങ്കിലോ അതിന്റെ വില അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മുബാഹാണ്, അനുവദനീയമായ കാര്യം മാത്രമാണ്. എന്നാൽ നീ പഠിക്കുന്നത് നിന്റെ ഇബാദത്തുകളെ കുറിച്ചാണോ അതിന് ശ്രദ്ധയുണ്ട്. എന്നാൽ നീ പഠിക്കുന്നത് ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, നീ ഇബാദത്ത് ചെയ്യുന്ന നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചാണോ, അള്ളാഹുവിനെ കുറിച്ചാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സൃഷ്ടികളുടെ മേൽ എത്രമാത്രം ശ്രദ്ധയുണ്ട്, അത്രമാത്രം ശ്രദ്ധ ഈ വിജ്ഞാനത്തിനുമുണ്ട്, അത്രമാത്രം ഗൗരവം ഈ വിജ്ഞാനത്തിനുമുണ്ട്. മറ്റെല്ലാ വിജ്ഞാനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യവും ശ്രദ്ധയും. പണ്ടൊരിക്കലും ഉസ്താദ് പറയുമായിരുന്നു, നിങ്ങൾ മറ്റു വിജ്ഞാനങ്ങളൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല അള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, നീ ആയിരക്കണക്കിന് പൂജ്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ടും കാര്യമില്ല, അതിന്റെ അടുത്തുഭാഗത്ത് ഒരു 1 ഇടണം. അപ്പൊ മാത്രമേ ആ പൂജ്യത്തിനൊക്കെ വില ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് മറ്റെല്ലാ വിജ്ഞാനങ്ങളും നീ പഠിച്ചിട്ട് കാര്യമില്ല, അള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു വിലയില്ല, ഒരു കാര്യമില്ല, അതൊക്കെ വെറും പൂജ്യങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന ആ വിഷയത്തിന് വളരെ ഗൗരവമുണ്ട്. കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കപ്പെട്ടുള്ളതെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്മാ വ സിഫാത്ത്, അത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമാണ്, പ്രവാചകന്മാർ ദഅവത്ത് നടത്തിയത്, ആദ്യമായി പ്രബോധനം നടത്തിയത് തൗഹീദിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അതിൽ നിന്ന് തൗഹീദുൽ അസ്മാ വ സിഫാത്ത് അതിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പഠനം, അവനെക്കുറിച്ചുള്ള ഖശ്യത്ത്, അവനെക്കുറിച്ചുള്ള ഭയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള പേടി തൗഹീദുൽ അസ്മാ വ സിഫാത്ത് പഠിക്കുന്നതിനനുസരിച്ചുണ്ടാവും. അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കുറയുന്നതനുസരിച്ചിട്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചില സലഫുകൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തെറ്റുപോലും ചെയ്യൂല. അവന്റെ ഓരോ തെറ്റും എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുള്ള കുറവാണ് കാണിക്കുന്നത്. സ്വാഭാവികമാണ്, മാനസികമാണ് തെറ്റുകൾ ഉണ്ടാവുക എന്നത്. പക്ഷെ ആ തെറ്റ് എന്തുകൊണ്ടാണ്? അള്ളാഹിനെ ശരിയായ രൂപത്തിൽ അവൻ അറിയാത്തത് കൊണ്ടാണ്. അവൻ കണ്ടിട്ടില്ല റബ്ബിനെ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൻ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ധിക്കരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ അസ്മാ വ സിഫാത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ദർസിൽ ഓഡിയോ ഉണ്ടാവുമല്ലോ, റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും എഴുതിയിരിക്കുക എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം വീണ്ടും വേസ്റ്റ് ആവും. 2 തവണ ഒരു ദർസ് കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ അത് എഴുതിയെടുക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു ദർസിൽ കൂടി അസ്മാ വ സിഫാത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയും. അതിനുശേഷം ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ പഠിക്കുമ്പോൾ അതിന്റെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഖാഇദകൾ, ചില അടിസ്ഥാനങ്ങൾ നമ്മൾ ഓരോ ദർസുകളിലായി പഠിക്കും. അല്ലാഹുൽ മുവഫിഖ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി.